സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ഉയർന്ന വിലക്കയറ്റം കാരണം ഫെഡറൽ റിസർവ് സിസ്റ്റം റിസർവ് റേഷ്യോ, റീപ്പോ റേറ്റ്, അതായത് അവരുടെ റിസർവ് റേഷ്യോ ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കാതിരിക്കുകയായിരുന്നു. ഇത് ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് വർദ്ധിപ്പിച്ചതോടുകൂടി എന്താ സംഭവിച്ചത്? ആഗോള ഓഹരി വിപണിയിൽ നിന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE ഇവിടെ നിന്നൊക്കെ വലിയ തോതില് മൂലധനം, ഓഹരികളിൽ നിക്ഷേപിച്ചിരുന്ന മൂലധനം ഒന്നുകിൽ അമേരിക്കൻ ഡോളറിലേക്ക്, ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ ഡോളറിലേക്ക് മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അപ്പൊ അങ്ങനെ അമേരിക്ക റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഡോളറിൽ നിക്ഷേപിക്കുന്നത് മറ്റെവിടെ നിക്ഷേപിക്കുന്നതിനേക്കാളും നല്ലതാണ്, ആദായകരമാണ് എന്ന് വരും. അതുകൊണ്ടാണ് ഇന്ത്യൻ ഓഹരി വിപണി, അതുപോലെ ലോകത്ത് മറ്റേതൊരു ഓഹരി വിപണിയിൽ നിന്നും ഓഹരിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന മൂലധനം നേരെ അമേരിക്കൻ ഡോളറിലേക്ക് അല്ലെങ്കിൽ അമേരിക്കൻ ഓഹരി കമ്പോളത്തിലേക്ക് ഒഴുകുന്നത്. അപ്പം അത്തരം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളെ, അതായത് ഓഹരി വിപണിയിൽ പണം ഇറക്കുന്ന എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഒക്കെ ഈ തരത്തിലുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ട്രംപ് ഭരണത്തിൽ എത്തിയത് കൊണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് നാളത്തേക്കെങ്കിലും, അതായത് ട്രംപിന്റെ ഭരണം എന്ന് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരെയെങ്കിലും ചാഞ്ചാട്ടം, സ്റ്റോക്ക് മാർക്കറ്റിലെ ചാഞ്ചാട്ടം തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ സ്വർണ്ണ വിപണി, സ്വർണത്തിന്റെ വില കുറച്ച് താഴേക്ക് പോയതായിരുന്നു. അതായത് കുറച്ച് താഴേക്ക് പോയത് ട്രംപ് ഭരണത്തിൽ വരുന്നു എന്നറിഞ്ഞപ്പോഴായിരുന്നു സ്വർണത്തിന്റെ വില കുറച്ച് താഴേക്ക് പോയത്. ഭരണത്തിൽ വരുന്നു എന്നറിയുക മാത്രമല്ല, ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചു. അമേരിക്കയിലെ വില നിലവാരങ്ങൾ താഴേക്ക്, അതായത് വലിയ ഉയർന്ന വില നിലവാരം, ഉപഭോക്തൃ വില നിലവാരം നിലനിന്ന അമേരിക്കയിൽ ഉപഭോക്തൃ വിലകൾ താഴേക്ക് വന്നപ്പോഴാണ് ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചത്. അതിന്റെ ഈ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു? സ്വർണത്തിന്റെ വില ഇടിഞ്ഞു. ഓഹരി മാർക്കറ്റിലെ വലിയ ഒഴുക്ക്, ഇന്ത്യൻ വിവിധ ഓഹരി കമ്പോളങ്ങളിൽ നിന്ന് അമേരിക്കൻ ഓഹരി കമ്പോളത്തിലേക്കുള്ള വലിയ ഒഴുക്കുണ്ടായി. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ട്രംപ് ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്വർണത്തിന്റെ വില കുറച്ച് ഉയർന്നിരിക്കുകയാണ്. അത് കുറച്ച് ഉയർന്നിരിക്കാൻ കാരണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആദിയിലാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും, എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും, സ്വർണ്ണ വിപണിയും അങ്ങനെ തന്നെ. അപ്പം ട്രംപ് ഭരണത്തിൽ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ട്രംപിന്റെ ട്രെൻഡ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഇടപെടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും വിപണി സ്റ്റെബിലൈസ്ഡ് ആകും. അതുവരെ ഇത്തരം ചാഞ്ചാട്ടങ്ങൾ, സ്വർണത്തിന്റെ വിലയിലാണെങ്കിലും ഓഹരി വിപണിയിലാണെങ്കിലും ചാഞ്ചാട്ടങ്ങൾ നാം കണ്ടുകൊണ്ടേയിരിക്കും. ലോക വിപണിയെയും ലോക വ്യാപാരത്തെയും ഒക്കെ സ്വാധീനിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷെയിൽ വാതക ഉത്ഖനനം വഴിയായിട്ട് സ്വന്തം കാലിൽ, എണ്ണ ഉൽപാദനത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ട്രംപ് ശ്രമിക്കും. അങ്ങനെ ട്രംപ് ശ്രമിക്കുമ്പോഴത്തേക്കും ആഗോള വിപണിയിൽ എണ്ണ ഉൽപാദനം വർദ്ധിക്കും. എണ്ണ ഉൽപാദനം വർദ്ധിക്കുമ്പോൾ ആഗോള വിപണിയിൽ എണ്ണയുടെ വില കുറയും. അങ്ങനെ കുറയുമ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക്, അതായത് നമ്മൾ ഇപ്പോഴും 80% അതിലധികമോ എണ്ണ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ട്രംപിന്റെ വരവ് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. എങ്ങനെ ഗുണം ചെയ്യും? എണ്ണ ഉൽപാദനം അമേരിക്ക സ്വയം പര്യാപ്തതയിലേക്ക് എത്തത്തക്ക രീതിയിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ആഗോളതലത്തിൽ എണ്ണയുടെ വില കുറയും. അത് ചിലപ്പോൾ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോ അറേബ്യൻ കൺട്രീസ്, പ്രത്യേകിച്ച് സൗദി അറേബ്യ, അതുപോലെ റഷ്യ, ഇവരൊക്കെയാണ് വലിയ എണ്ണ ഉൽപാദകർ. ആ എണ്ണ ഉൽപാദകരുടെ എണ്ണയുടെ വില കുറയാൻ, ഡിമാൻഡ് കുറയുന്നു. അമേരിക്ക സ്വയം പര്യാപ്തമാകുമ്പോഴേക്കും ഡിമാൻഡ് കുറയും. നാച്ചുറലി അവരുടെ എണ്ണയുടെ വില താഴേക്ക് വരും. അപ്പൊ അത് ആഗോളതലത്തിൽ ചില രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇടവന്നേക്കും. പക്ഷേ വില കുറയും എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം കോവിഡിന് ശേഷം നാളിതുവരെ വിലക്കയറ്റത്തിന്റെ തടവിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റുകൾക്കോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ തന്നെ വിപണിയിൽ 1 കിലോ പച്ചമാങ്ങയ്ക്ക് 150 രൂപ കൊടുത്ത് ഇന്നലെ ഞാൻ വാങ്ങിച്ചു. അത് ഞാൻ വാങ്ങിച്ചത് കൊണ്ടാണ് പറയുന്നത്. 1 കിലോ പച്ചമാങ്ങയ്ക്ക് 150 രൂപ.
എന്ന് പറയുമ്പോൾ എത്ര ഉയർന്ന വില കയറ്റമാണ് കേരളം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഭക്ഷ്യമേഖലയിലാണ് ഇന്ത്യ മുഴുവനും വിലക്കയറ്റം. അപ്പൊ ഈ ഭക്ഷ്യ മേഖലയിലെ വിലക്കയറ്റത്തിന് ഒരു കുറവുണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എണ്ണവില താഴേക്ക് വരണം. ഇപ്പൊ $80 മുകളിലാണ്, $81 അത് താഴേക്ക് ഒരു $50-55 വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആഗോളതലത്തിൽ തന്നെ വില കയറ്റം കുറഞ്ഞ് വരും. നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിക്കൊക്കെ ആശ്വാസകരമായ രീതിയിൽ ഉപഭോക്തൃ വില നിലവാരം 4% എത്തും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഒരു പക്ഷേ ട്രംപിന്റെ വരവ് മൂലം എണ്ണ ഉൽപാദനത്തിൽ അമേരിക്ക എങ്ങനെ വിജയിക്കുന്നുവോ അതിനനുസരിച്ച് എണ്ണയുടെ വില ആഗോളതലത്തിൽ കുറയുകയും നമ്മുടെ എല്ലാവരുടെയും ഉപഭോക്തൃ വില നിലവാരത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കാം. അങ്ങനെ ട്രംപിനെ പറ്റി നമ്മൾ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വിശ്വസിക്കത്തക്ക രീതിയിലുള്ള സ്ഥിരതയോടുകൂടിയ രാഷ്ട്രീയ നയതന്ത്രജ്ഞത കൊണ്ടുപോകുന്ന വ്യക്തിയല്ല ട്രംപ്. ട്രംപിന് പല താല്പര്യങ്ങളും ഉണ്ടാകും. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് രാജ്യങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഒക്കെ മാറ്റം വരാം. ആ മാറ്റങ്ങൾക്കനുസരിച്ച് തന്നെ ആഗോളതലത്തിലും ചില പ്രകമ്പനങ്ങൾ ഉണ്ടായിക്കൂടാ എന്നില്ല. അതുകൊണ്ട് ട്രംപിന്റെ നാളുകൾ ഒരു പക്ഷേ ബൈഡന്റെ നാളുകളേക്കാൾ കൂടുതൽ അലയൊലികൾ വർദ്ധിക്കുന്ന കാലമായിരിക്കും എന്ന് വേണം കരുതാൻ.